ഞാനിപ്പില്ലേ. അപ്പൊ ഞാൻ ഇന്നൊരു സിനിമ കണ്ടു, പടക്കുതിര. അതായത് സാരോൺ സൈമൺ എന്ന് പറഞ്ഞ ഒരാൾ ഡയറക്ട് ചെയ്ത ഒരു പടം. അതില് നായകനായിട്ട് വന്നത് അജു വർഗീസ് ആണ്. അജു വർഗീസ്, പിന്നെ നായികയായിട്ട് ഫിജാജ് റോസ് എന്ന് പറഞ്ഞൊരു പെണ്ണ്. എനിക്ക് കൂടുതലായിട്ട് ഇത് അറിയില്ല, പേരിങ്ങനെയാണ്, ഫിജാ റോസ് എന്നാണ് ആ നടിയുടെ പേര്. പിന്നെ ഇവരെ കൂടാണ്ട് പടത്തില് ഒരുപാട് താരങ്ങളുണ്ട്. അതായത് ഇന്ദ്രൻസ് ഉണ്ട്, പിന്നെ ജോയ്മോൻ എന്ന് പറഞ്ഞ മറ്റേ ഗുരുവായൂരമ്പലനടയിലൊക്കെ ഉള്ള ആ പക്ഷി നോട്ടക്കാരനായിട്ടുള്ള അഭിനയിച്ച പുള്ളി, ആ പുള്ളി, പിന്നെ രഞ്ജി പണിക്കർ, പിന്നെ സുരാജ് വെഞ്ഞാറമൂട്, അതേപോലെ തന്നെ നന്ദു, പിന്നെ അഖിൽ കവലിയൂര്, അതായത് മറ്റേ സ്റ്റാർ മാജിക് ഒക്കെ ഉണ്ടായപ്പോ അതിന്റെ ഇത് നടത്തിയ പുള്ളി, പിന്നെ ഷാജു ശ്രീധർ, പിന്നെ അതേപോലെ തന്നെ വേറൊരു പുള്ളി കൂടെ ഉണ്ട്. ആ പുള്ളിയുടെ പേര് ഞാനിപ്പോ ഓർക്കുന്നില്ല. അതായത് അയ്യോ അല്ല, പേര് ഞാൻ പറഞ്ഞു. അപ്പൊ പടം എന്ന് വെച്ചാൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്, ഒരു കോമഡി കലർന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ. അപ്പൊ ഡീസന്റ് ആയിട്ട് നമുക്ക് തിയേറ്ററിൽ ഇരുന്ന് കാണാവുന്ന ഒരു സിനിമയാണ് പടക്കുതിര. പിന്നെ അജു വർഗീസ് സഹനടനിൽ നിന്ന് നായക വേഷങ്ങളിലേക്കുള്ള ഒരു ചേക്കേറല് അതായിട്ട് എനിക്ക് തോന്നി. കാരണം ഈ പടത്തിന്റെ നായകൻ അജു വർഗീസാണ്. പിന്നെ പടത്തിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ സൗണ്ട് സ്കോർ ചെയ്തത് നല്ല കിട്ടില്ല എഫക്റ്റ് തിയേറ്ററിൽ നിന്ന് കിട്ടി. പിന്നെ അതേപോലെ തന്നെ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ചെറിയ രീതിയിൽ ഫൈറ്റും കാര്യങ്ങളും ഒക്കെ രസമായിട്ട്, നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞത് എനിക്ക് പേരുകൾ എടുത്തു പറയാൻ പറ്റില്ല. നല്ല സ്റ്റാർ കാസ്റ്റ് ഭയങ്കരമായിട്ട് ഈ പടത്തിലുണ്ട്. പിന്നെ ഇന്ദ്രൻസ് ഒക്കെ ഞെട്ടിച്ചിട്ടുണ്ട് ഈ പെർഫോമൻസും കൊണ്ട്. ഇന്ദ്രൻസ് ആയാലും അതുപോലെ തന്നെ അജു വർഗീസ് ആയാലും. ഞാൻ പറഞ്ഞില്ലേ, ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ, അതിലൊരു കോമഡി കലർന്ന ഒരു രീതി, അതും കൂടി ആവുമ്പോ പിന്നെ നമുക്കൊരു തിയേറ്ററിലൊരു പുതുമ, ഒരു ഫ്രഷ്നെസ് കിട്ടി. എന്തായാലും തിയേറ്ററിൽ മസ്റ്റ് വാച്ചബിൾ എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. കാരണം തിയേറ്ററിലൊന്ന് കണ്ട് ആസ്വദിക്കാവുന്ന എല്ലാ സംഭവവും ഈ പടത്തിലുണ്ട്. പ്രത്യേകിച്ച് ഇതിന്റെ സൗണ്ടൊക്കെ കിട്ടില്ല. അതായത് അനാവശ്യമായിട്ടാണോ അത് ആവശ്യത്തിനാണോ എന്ന് അറിയില്ല. ഒരുമാതിരിപ്പെട്ട മിക്കവരും വരുമ്പോ ഒരു ബിജിഎമ്മോ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ ഇതിൽ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ കോമഡി കലർന്ന ഒരു പടം. അപ്പൊ അജുവിന്റെ നല്ലൊരു വേഷം, നല്ലൊരു പടം. പിന്നെ എടുത്തു പറയേണ്ടത്, ഇത് എനിക്ക് ഒട്ടും ലാഗ് തോന്നിയില്ല ഈ പടത്തിൽ. കാര്യം പറഞ്ഞ കണ്ടവരൊക്കെ പറഞ്ഞത് അത്ര പോരാന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ലാഗോ ഒരു ബോറായിട്ടുള്ള ഒരു ഫീലിംഗേ എനിക്ക് ഈ പടത്തിൽ നിന്ന് കിട്ടിയില്ല. എന്തായാലും കണ്ടു നോക്ക്.